എന്താ ചേച്ചി ഗീതയെ വിളിച്ചിട്ട് ചിരിക്കുന്നു. നല്ല ഒരു പുകില് രസം കണ്ടേച്ച് വരുവാ ഞാൻ. എവിടാന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ വീടിനടുത്ത് വീട്ടുകാരുടെ വീട്ടിൽ. ആണോ? അയ്യോ, ഒന്നും പറയണ്ടെന്ന്. കാണണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ കാണണ്ട കാഴ്ച കണ്ട് ചിരിച്ച് തലയും കുത്തി മറിഞ്ഞേച്ച് വരുവാ ഞാൻ. അത് കൊള്ളാം. അതൊന്ന് നിന്നോട് പറയേണ്ടിയിട്ടാ. ഇപ്പൊ നേരം ഉണ്ടായിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. അത്ര വലിയ രസമുള്ള കാര്യം. അത്ര വലിയ രസമെന്ന് പറഞ്ഞാൽ അമ്മായിയമ്മയും മരുമകളും കൂടെ ഭയങ്കര വഴക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര വഴക്ക്. അവര് തങ്ങളിൽ എൻ്റെ അടി ഒരാള് അമ്മായിയമ്മ വാക്കത്തി എടുക്കുമ്പോ മരുമകള് ചൂടെടുക്കും. എന്റെ ദൈവമേ എന്തെല്ലാന്ന്. ഈ വാക്കത്തി എടുക്കുമ്പോ ഈ ചൂലും കൊണ്ട് എന്നിട്ട് എന്ത് കാര്യം? വാക്കത്തി ചൂലിന് തട്ടാനായിരിക്കും. അത് കഴിഞ്ഞ് രണ്ടുപേരും ആയുധങ്ങൾ മാറും. ഒരാള് പിന്നെ കോടാലി എടുക്കും, അന്നേരം അടുത്ത സൂപ്പായി എടുക്കും. അങ്ങനെ ഭയങ്കര വഴക്കം കൊണ്ട് നിൽക്കുന്നതിനിടയിലുണ്ട് അവിടെ ഇതളുടെ മകൻ പെണ്ണിന്റെ കെട്ടിയവൻ വരുന്നു. അവൻ ഇങ്ങനെ 4 കാലയിലാ വരുന്നത്. അയ്യട്ടി അന്നേരത്തേന് അവളെന്നാ കാണിച്ചെന്നറിയോ? ഈ പെമ്പറന്നോട്ടി ചോണ്ടി അങ്ങോട്ട് ചെല്ലുന്ന കണ്ടോടി. ഒരു ഒറ്റ ചവിട്ടിന് അവൻ തെറിച്ചു പോയി, ഇങ്ങനെ പന്തടിക്കുന്ന പോലെ. ഇതെല്ലാം കണ്ടാ പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കുന്നത്? അത് കൊള്ളാം. ചേച്ചി ഇതെല്ലാം കണ്ടു നിന്നങ്ങ് ചിരിച്ചോ? ഞാനിതെല്ലാം കണ്ടു നിന്ന് നല്ല ഇങ്ങനെ കയ്യും കെട്ടി നിന്ന് രസിച്ചു. അതിനൊരു കാരണമുണ്ട്. അതെന്നാന്നറിയാം? ഞാൻ പറയാം. ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാ കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. കണ്ടു നിൽക്കാൻ നല്ല രസമാണ്. അത് തന്നെയല്ല എനിക്ക്. പിന്നെ എന്റെ കെട്ടിയ നീ അടുത്ത ദിവസം കുറച്ച് കുടിയും കഴിഞ്ഞേച്ച് വീട്ടിൽ വന്ന് എനിക്ക് 2-3 അടിയെല്ലാം തന്നു. കൊച്ച കേട്ടോണ്ട് ഈ തള്ളയും മകളും കൂടെ മുറ്റത്തിറങ്ങി നോക്കി ഇതേ ഇങ്ങനെ കൈ കൊട്ടി ചിരിച്ചോണ്ട്. പിന്നെ അവര് നഖം കൂട്ടി വരയ്ക്കാൻ മേലായിരുന്നു. നേരെ ഞാൻ തീരുമാനിച്ചു, ഇവരുടെ എന്തേലും ഒരു വഴക്ക് കാഴ്ച കാണുമ്പോ ഞാനും ഇതുപോലെ രസിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചു. പകരത്തിന് പകരം അങ്ങനെ പോയി നിന്ന് ഞാൻ കണ്ടതാ. അല്ലെങ്കിൽ മര്യാദക്കാരനെ ഞാൻ തടസ്സം പിടിക്കാനൊക്കെ. അതിപ്പം ചേച്ചി അവരുമായിട്ട് ഇപ്പൊ എന്താ വ്യത്യാസം? വ്യത്യാസം വേണ്ട. അവരും ഞാനുമായിട്ട് അതുകൊണ്ട് ആ കാര്യത്തിൽ വ്യത്യാസം വേണ്ട. എനിക്കിത് ഈ പകരം വീട്ടണമെന്നുള്ളൊരു പകരം വീട്ടി. ഇനിയിപ്പോ എന്നെ അങ്ങനെ ഒന്നിനും ഒരു കളിയാക്കാതിരിക്കുവാണെ, ഇനി അവരുടെ വീട്ടിലൊരു വഴക്കുണ്ടാവുകയാണെ ഞാൻ ഓടിച്ചെന്ന് തടസ്സം പിടിക്കുകയൊക്കെ ചെയ്യും. അങ്ങനത്തെ ഒരു സംഭവം കണ്ടു നിൽക്കാൻ രസമായിരുന്നു. എന്നിട്ട് ആരാ ജയിച്ചത്? അമ്മായിമ്മ ജയിച്ചോ മരുമോള് ജയിച്ചോ? രണ്ടുപേരും വലിയ ജയമൊന്നും ജയിച്ചില്ല. കട്ടക്കട്ട നിൽക്കുമ്പോഴാണ് മകൻ കുടിയും കഴിഞ്ഞു വരുന്നത്. അപ്പൊ ഈ പാമ്പായി വന്ന മകൻ ഇതൊന്നും കണ്ടിട്ട് ഒന്നും മിണ്ടുന്നില്ലേ? നാക്ക് പോലും തിരിയല്ല. പിന്നെ മിണ്ടുന്നത് അവനെ ഒരൊറ്റ തൊഴിക്കാൻ പറ്റില്ല. അങ്ങനെ വേണം. അങ്ങനെ അതിപ്പോ നോക്കുവാണെങ്കിൽ അവള് തന്നെയാ ജയിച്ചിരിക്കുന്നത്. അവള് തന്നെയാ ജയിച്ചേ. അല്ലെങ്കിൽ അന്നേരം അമ്മായിയമ്മ അവിടെ തലക്കിട്ടൊന്ന് കൊടുക്കണ്ടേ? അവരുടെ മകനെ അല്ലേ തൊഴിച്ചിട്ടത്. അത് അവര് ചെയ്തു. അതിന് പറ്റിയില്ല. എന്നാ പിന്നെ അമ്മായിയമ്മയും ബോള് തെറിക്കുന്ന പോലെ തെറിച്ചേനെ. തെറിച്ചേനെ. അതേതായാലും കൊള്ളാം കേട്ടോ. അങ്ങനത്തെ നല്ല കാഴ്ചയായിരുന്നു. ചേച്ചിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നല്ല നല്ല കാഴ്ചകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ വീട്ടിലും ഉണ്ടാവും ചില സമയത്ത്. ചിരിക്കും. അപ്പൊ 2 കൂട്ടരും നല്ല ചേർച്ചയിലാണല്ലോ. ചിരിക്കാനുള്ള സംഭവം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതേതായാലും നല്ലതാട്ടോ. ഇത്രയില്ല. അതെന്നാന്നോ, ചേച്ചിയുടെ വീട്ടിൽ അമ്മായിമ്മ ഇല്ല, അതുകൊണ്ടാ. അല്ലെങ്കിൽ കട്ടക്കട്ട നിന്നേനെ അല്ലേ? അത് കൊള്ളാം കേട്ടോ. ഏതായാലും എനിക്ക് വലിയ ചിരിയൊന്നും തോന്നില്ല. എന്നാലും ചേച്ചിക്ക് അല്ല ഓരോന്ന് ഞാൻ കാണാഞ്ഞണ്ടായിരിക്കും. എന്നാ എന്നെ ആ സമയത്ത് വിളിക്ക് കേട്ടോ. ചേച്ചി പിന്നെ ഇപ്പൊ ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാണോ? ഇങ്ങോട്ടായിട്ട് ഇത് എന്നോടൊന്ന് പറയാനായിട്ട് തന്നെ. നേരം വൈകി എന്നിട്ട് ഇത് പറയാനായിട്ട് തന്നെ വന്നേക്കുവാ അല്ലേ? ഞാനിവിടെ കപ്പലണ്ടി പെറുക്കുമായിരുന്നു. പെറുക്കാനുണ്ട്. എന്നാ ചേച്ചി ഞാനത് പെറുക്കട്ടെ. വിലയില്ല. എന്നാ ഞാനത് പെറുക്കട്ടെ കേട്ടോ. ഇനി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പം എന്നെ വിളിക്ക്. വിളിക്കാം ഓടി വന്നേച്ചാ.